بسم الله الرحمن الرحيم وقل ربي أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തഖ്വയോടുകൂടി മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റഹ്മുർ-റഹീമായ തമ്പുരാൻ അവൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും നേടിയെടുത്ത് ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസം വിട പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അഥവാ പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക്, ഹിജ്റ വർഷം 1446 മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കാൻ മുസ്ലിം ലോകം പടിവാതിൽക്കലെത്തി നിൽക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഓരോ ഹിജ്റ വർഷവും കടന്നു വരുമ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ വിലയിരുത്തുകയും വരാൻ പോകുന്ന ഒരു വർഷത്തിനു വേണ്ടിയുള്ള മികവാർന്ന ആസൂത്രണങ്ങൾ കൊണ്ടുള്ള കാത്തിരിപ്പും ഒക്കെ സൂചിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യപൂർവം ഉമ്മത്ത് മുസ്ലിമയുടെ മുമ്പിൽ പഠനവിധേയമാകുന്ന ഒരു വിഷയമാണ് അല്ലാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെയും ഏറ്റവും മികവാർന്ന, ഏറ്റവും തെളിച്ചവും പ്രശോഭിതവുമായ ഹിജ്റയുടെ ചരിത്ര സംഭവങ്ങൾ നൽകുന്ന പാഠങ്ങൾ. കേവലം ഒരു യാത്രയായിരുന്നില്ല ഹിജ്റ എന്ന് നമുക്കറിയാം. 13 വർഷക്കാലം ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ മക്ക എന്ന നാട്ടിൽ വ്യത്യസ്തമായ ശൈലിയിൽ അല്ലാഹുവിൻ്റെ ദീൻ പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി. 40-ാമത്തെ വയസ്സിൽ അതുവരെ കേവലം ഒരു ആട്ടിടയനും കച്ചവടക്കാരനും മാത്രമായി അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് ആളുകളുടെ എല്ലാ സ്നേഹവാത്സല്യങ്ങളും അൽ അമീൻ എന്ന ഒരൊറ്റ വിളിപ്പേരിലൂടെ പ്രകടിപ്പിച്ചിരുന്ന ഒരു സമൂഹത്തിൽ പക്ഷെ 40-ാമത്തെ വയസ്സിൽ ഞാൻ അല്ലാഹുവിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം അവതരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് മുഖറബായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ ഈരടികളുമായി കടന്നു വരാൻ ആരംഭിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു വർത്തമാനം അവരുടെ മുമ്പിൽ പറയുമ്പോൾ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ്, നിങ്ങൾ അൽ അമീൻ എന്നൊക്കെ വിളിക്കുന്ന അബ്ദുള്ളയുടെ മകനായ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വാർത്ത അവരോട് പങ്കുവെക്കുന്ന നിമിഷം മുതൽ
അത്രയും കാലം തോളിൽ കൈയിട്ട് നടന്നിരുന്നവരൊക്കെയും ശത്രുപക്ഷത്തേക്ക് മാറുകയാണ്. പിന്നീട് സംഭവിക്കുന്നത് ചരിത്രം നമുക്കറിയാം. വലിയ പടയൊരുക്കങ്ങൾ അല്ലെങ്കിൽ വലിയ കയ്യേറ്റങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രലോഭനത്തിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അധികാരവും സമ്പത്തും രാജ്യത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വിവാഹം ചെയ്തു തരാം, ഏതൊരു മനുഷ്യനെയും പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ദൗർബല്യങ്ങളിലൊക്കെ അവർ സ്പർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പീഡനങ്ങളും മർദ്ദനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ശക്തമായ എല്ലാ മാർഗങ്ങളിലൂടെയും പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും പ്രീണനങ്ങളുടെയും എല്ലാ മാർഗങ്ങളും അവലംബിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദുമായി തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അഥവാ അറേബ്യയിലെ ജനവിഭാഗങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ എല്ലാ ദൈവസങ്കല്പങ്ങളെയും അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും അവരുടെ എല്ലാ ആചാരങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ കലിമത്ത് കൊണ്ട്, അതിന്റെ മികവ് കൊണ്ട് ബാക്കി എല്ലാത്തിനെയും തിരസ്കരിക്കുകയാണ്. ഇങ്ങനെ 13 വർഷക്കാലം, ഈ 13 വർഷത്തിന്റെ ഇടയ്ക്ക് 3 വർഷക്കാലം ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിൽ ഉപരോധിക്കപ്പെട്ട കാലയളവ് കൂടി കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഉപരോധത്തിന്റെ ഗാംഭീര്യം എത്ര വലുതായിരുന്നു എന്ന് ചോദിച്ചാൽ, പച്ചിലയും പച്ചവെള്ളവും കുടിച്ച് സഹാബാക്കൾ അവരുടെ വിസർജ്യ വസ്തുക്കൾ ആട്ടിൻ കാഷ്ടങ്ങൾ പോലെ, ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അവരുടെ വിസർജ്യങ്ങളായി തീരുവോളം അവർ ഉപരോധിക്കപ്പെട്ടു. പക്ഷെ ഇത്തരത്തിലുള്ള എല്ലാ സംഭവ വികാസങ്ങൾക്കും ശേഷം 13ാമത്തെ വർഷം അല്ലെങ്കിൽ 12ാമത്തെ വർഷം യസ്രിബ് എന്ന് പറയുന്ന തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് വരുന്ന വിരലിലുണ്ടാവുന്ന ഏതാനും ചില ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വന്നവരാണ്. ഹജ്ജ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴും അറബികൾക്കിടയിൽ ഏറെ സുപരിചിതമായ ഒരു ആരാധനാ കർമ്മം. അതിന്റെ രൂപമൊക്കെ ചില വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അങ്ങനെ യസ്രിബിൽ നിന്ന് വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വന്ന ഏതാനും ചില ആളുകളോടൊപ്പം അവരുടെ മടക്കയാത്രയ്ക്ക് മുൻപ് അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവരോടൊപ്പം പറഞ്ഞയച്ചു. കേവലം 17 വയസ്സ് മാത്രം പ്രായമുള്ള കൗമാരക്കാരനായ, നല്ല വശ്യമായി സംസാരിക്കാൻ കഴിയുന്ന, സൗന്ദര്യമുള്ള, സമ്പന്നതയുടെ മടിത്തട്ടിൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണു എന്നൊക്കെ പറയാവുന്ന മനുഷ്യൻ 17ാമത്തെ വയസ്സാണ്. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ യസ്രിബിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ 17 വയസ്സുകാരനായ കൗമാരക്കാരൻ ഒരു വർഷം യസ്രിബിലെ ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച കൃത്യമായ അവബോധം വളരെ മനോഹരമായ ശൈലിയിൽ അവർക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു വർഷം കഴിയുമ്പോൾ അതേ യസ്രിബിൽ നിന്ന് 90 ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് വരുന്നു. ആ 90 പേരിൽ 81 ആളുകൾ കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടയിൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചവരാണ്. അവരുടെ മടക്കയാത്രയ്ക്ക് മുൻപ് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടക്കുന്ന സംഭാഷണത്തിൽ, താങ്കൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സഹോദരങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും ഉപരിയായി ഞങ്ങൾ താങ്കളെ സംരക്ഷിച്ചു കൊള്ളാം. അഖബ എന്ന് പറയുന്ന ഒരു കൊച്ചു കുന്നിന്റെ മുകളിൽ നടക്കുന്ന അതീവ രഹസ്യമായ ഒരു സംഭാഷണം, അഖബ ഉടമ്പടി എന്ന് ചരിത്രം അതിനെ നമുക്ക് പരിചയപ്പെടുന്നു.
അഥവാ ഒരു വലിയ മണ്ണൊരുക്കം യസ്രിബ് എന്ന് പറയുന്ന നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തങ്ങൾ ജനിച്ചു വീണ നാട്ടിൽ ആട്ടിയോടിക്കലിന്റെയും കയ്യേറ്റത്തിന്റെയും ഏറ്റവും തീക്ഷ്ണമായ ഒരു ഘട്ടത്തിലേക്ക് അവർ വികാസം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഘട്ടം ഘട്ടമായി സഹാബാക്കളെ മുഴുവനും യസ്രിബിലേക്ക് പറഞ്ഞയച്ചു. ഏറ്റവും ഒടുവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു രാത്രിയിൽ തന്റെ വീട് വളഞ്ഞിരിക്കുന്ന എല്ലാ കുഫാറെ ഖുറൈശിന്റെയും കണ്ണുകൾക്ക് താൽക്കാലികമായി അന്ധത ബാധിപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിക്കുന്നു. നാം ചരിത്രത്തിൽ ഹിജ്റ എന്ന് വിളിക്കുന്നത് അവിടെയാണ്. അത് മുഹറം മാസത്തിലായിരുന്നില്ല. മുഹറം കഴിഞ്ഞു വരുന്ന സഫറിന്റെ അവസാനം, റബീഉൽ അവ്വലിന്റെ തുടക്കം, അതായിരുന്നു ചരിത്രപരമായി ഹിജ്റ നടന്ന മാസം എന്ന് പറയുന്നത്. ഒരു കലണ്ടർ രൂപീകരിക്കണമെന്ന ആവശ്യം ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആളുകൾ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. ഉമറെ, നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം ആസ്വദിച്ചുകൊണ്ട്, അഥവാ റബീഉൽ അവ്വൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തെ ഒന്നാമത്തെ വർഷമായി പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു കലണ്ടർ രൂപീകരിക്കാം. ബദർ യുദ്ധത്തെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചതിനെ, റമളാനിനെ, അങ്ങനെ പല അഭിപ്രായങ്ങളും മുന്നിലേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ വന്ന സ്വീകാര്യയോഗ്യമായ അഭിപ്രായമായിരുന്നു ഹിജ്റ സംഭവിച്ച വർഷങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തേതായി നമുക്ക് പരിഗണിക്കാം, ഒരു കലണ്ടർ രൂപീകരിക്കാം. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ രൂപീകരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ചരിത്രം ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ലളിതമായി സൂചിപ്പിച്ചത് 13 കൊല്ലക്കാലത്തെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ ഈ യാത്രയെ ഇങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം, ലോകത്തെ എല്ലാ കാലഘട്ടത്തിലെയും ഉമ്മത്ത് മുസ്ലിമയുടെ മുമ്പിൽ ഹിജ്റ എന്ന ചരിത്രം ഉയർത്തിപ്പിടിക്കുന്ന കുറേ വെളിച്ചങ്ങളുണ്ട്. നിധികുംഭങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന നിലവറയിലൂടെ നിധിശേഖരങ്ങൾ തേടി നടത്തുന്ന ഒരു യാത്ര പോലെയാണ് യഥാർത്ഥത്തിൽ ഹിജ്റയുടെ ഓരോ ചരിത്രങ്ങളും വിശ്വാസികളുടെ മുമ്പിലേക്ക് നൽകുന്ന പാഠങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതീവ തീക്ഷ്ണമായ ശക്തമായ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഹിജ്റ നടക്കുന്നത്. പക്ഷെ ആ രാത്രിയിൽ ഹിജ്റ പോകുമ്പോൾ മക്കയിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടത്തുന്ന ഒരു പ്രഖ്യാപനം, വിശുദ്ധ ഖുർആൻ, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖറജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. എന്റെ റബ്ബേ, നിന്നോട് സത്യസന്ധമായ പ്രവേശനവും സത്യസന്ധമായ പുറപ്പാടും, സത്യത്തോടൊപ്പമുള്ള പ്രവേശനം, സത്യത്തോടൊപ്പമുള്ള പുറപ്പാടും നിന്നോട് ഞാൻ ചോദിക്കുന്നു. മാത്രമല്ല വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്നിൽ നിന്നുള്ള അധികാരത്തിന്റെ ഒരു സഹായിയെ, അധികാരത്തിന്റെ പിന്തുണയുള്ള കഴിവും ശേഷിയുമുള്ള ഒരു സഹായിയെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, സഹായം നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ, പ്രവാചകരെ താങ്കൾ പറഞ്ഞുകൊള്ളുക, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ, സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂക, അസത്യം തകരാനുള്ളത് തന്നെയാണ്, അസത്യം തകർന്നേ പറ്റൂ, അതതിന്റെ പ്രകൃതിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏത് സാഹചര്യത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്? ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യൻ സ്വന്തം കുടുംബാദികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി തങ്ങളുടെ സമ്പത്ത്, കുടുംബം, തങ്ങളുടെ എല്ലാം പിന്നിലുപേക്ഷിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു യാത്രയാണ്.
എല്ലാം പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പറയുന്നു, സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, അസത്യം തകരാനുള്ളത് തന്നെയാണ്. ആ വാക്കുകളുടെ മുമ്പിൽ ഖുറൈശികളുടെ പുച്ഛത്തിന്റെയും പരിഹാസത്തിന്റെയും ഒരു ചില മുഖഭാവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിക്കൊണ്ട് യസ്രിബിലേക്ക് കടന്നു പോകുന്ന ആ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നമ്മുടെ കാലം ഗർവാപ്പസി നടന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് 30ഓളം കുടുംബങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചവരാണ്. 5 നേരവും അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചവരാണ്. നമ്മളെപ്പോലെ വിശുദ്ധ റമദാനിൽ നോമ്പെടുത്തവരാണ്. നമ്മളെപ്പോലെ പെരുന്നാളുകൾ ആഘോഷിച്ചവരാണ്. പെരുന്നാളുകളിൽ നമ്മളെപ്പോലെ തക്ബീർ മുഴക്കിയവരാണ്. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ 30ഓളം കുടുംബങ്ങൾക്ക് ഗർഭാപ്പസിയിലൂടെ ഏതോ ഒരു കാലത്ത് തങ്ങളുടെ പൂർവികന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന മതവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം കടന്നുപോകും. ജയശ്രീറാം വിളിച്ചില്ലെങ്കിൽ ഏത് ആൾക്കൂട്ടത്തിലും ആരെയും അടിച്ചു കൊല്ലാനുള്ള ഒരു ലൈസൻസ് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ലിഖിതമായതല്ല, അലിഖിതമാണ്. ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, പറഞ്ഞാൽ ഒരുപാട് സംഗതികൾ നമുക്ക് പറയാം. നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ബീഫ് സൂക്ഷിച്ചിരിക്കുന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ബീഫ് കഴിച്ചിരിക്കുന്നു എന്നതിന്റെ പേരിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കപ്പെടുന്ന രാജ്യം. ഒരുപാട് പീഡനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിക സമൂഹം തരിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അങ്ങനെ ദൗർബല്യങ്ങളുടെ മുമ്പിൽ ചോർന്നു പോകാനുള്ളതല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഓതിയ ഒരു സൂക്തമില്ലേ, വിശുദ്ധ ഖുർആൻ സൂറത്തു താഹയിലൂടെ പറയുന്നത്, ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. പാർലമെന്റിൽ പാരായണം ചെയ്ത ആ സൂക്തം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആ വർത്തമാനത്തിന്റെ പിന്നിൽ ചില രാഷ്ട്രീയങ്ങളൊക്കെ മാറി നിൽക്കട്ടെ. പക്ഷെ ആ സൂക്തം ഈ ഒരു സാഹചര്യത്തിൽ, ഹിജ്റയുടെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു സാഹചര്യത്തിൽ ആ സൂക്തം മഹാനായ കലീമുല്ലാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, കാല ലാ തഖാഫ, നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട, നിങ്ങൾ പോയിക്കോളൂ, ഫിർഔനിന്റെ മുന്നിലേക്ക് നിങ്ങൾ പോണം. ഫിർഔനിന്റെ മുന്നിൽ ചെന്നിട്ട് ഫിർഔൻ അതിരുവിട്ടിരിക്കുന്നു, പരിധി ലംഘിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. അങ്ങനെയാണല്ലോ ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഫ്ളലുൽ ജിഹാദി ഖൗലുൽ ഹഖ് ഇൻദ സുൽത്താനിൻ ജാഹിർ. അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ സത്യത്തിന്റെ വർത്തമാനം പറയുന്നത് പേടിച്ച് ഓച്ചാനിച്ചു നിൽക്കുന്നതല്ല, ഭയപ്പാടോടുകൂടി പിന്തിരിഞ്ഞു പോകുന്നതല്ല, ആശങ്കകളുടെ മൂടുപടത്തിനുള്ളിൽ ഓടിയൊളിക്കാനുള്ളതല്ല, ധൈര്യപൂർവ്വം പറയാനുള്ളതാണ്. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പോയിക്കോളൂ. ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞേക്ക്. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അസ്മഉ വ അറാ, എല്ലാം കണ്ടും കേട്ടും ഞാൻ കാണുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ ഹിജ്റ ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പുറപ്പെടുന്ന ആ പുറപ്പാടിലെ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന 3 ദിവസങ്ങളുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. 3 ദിവസം സൗർ ഗുഹയിൽ തങ്ങേണ്ടി വരുന്നുണ്ട്. നമുക്കറിയാം, വലിയ ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ ആ സൗർ ഗുഹയിൽ തങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാക്കി അല്ലാതിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖറജഹുല്ലദീന കഫറു സാനി ഇസ്നൈൻ ഇദ്ഹുമാ ഫിൽ ആർ, അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ നിന്ന് ഖുറൈശികൾ ആട്ടിയോടിച്ച് പുറത്താക്കിയ ഒരു സാഹചര്യത്തിൽ അവർ രണ്ടുപേരും ഇദ്ഹുമാ ഫിൽ ആർ, അവർ രണ്ടുപേരും ഗുഹയിലായിരുന്ന ഒരു സാഹചര്യമുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് യഖൂലു ലിസ്വാഹിബിഹി, അപ്പോൾ തന്റെ സഹോദരനോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ,
പേടിക്കണ്ട, ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഏറ്റവും വലിയ ഒരു കരുത്ത്, ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ ഊർജം, ഏറ്റവും വലിയ ആവേശം. ബാക്കിയെല്ലാം ചോർന്നു പോകുമ്പോഴും നമ്മൾ പറയാറില്ലേ ഫലസ്തീനിനെ കുറിച്ച്, എല്ലാം തകർന്നടിഞ്ഞപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാം ചോർന്നു പോയപ്പോഴും ഫലസ്തീനിലെ ജനതയുടെ മുമ്പിൽ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ട, അല്ലാഹ് നമ്മോടൊപ്പമുണ്ട് എന്ന ഒരു വർത്തമാനത്തിന്റെ പിൻബലമാണ് അവർക്കിപ്പോഴും ആവേശമായി മാറുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂലേ, അതാ ആളുകൾ നമ്മുടെ ഗുഹാമുഖത്തോളം വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ കാൽമുട്ടിനോളം ഒന്ന് തല ചരിച്ചു പിടിച്ച് അകത്തേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. അയാളുടെ കാൽമുട്ടിനോളം ഒന്ന് തല ചരിച്ചു പിടിച്ചിട്ട് അകത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂലെ നമ്മൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, മാ ഇൽമുകയ അബൂബക്കർ, അബൂബക്കർ നീ എന്താ വിചാരിക്കുന്നത്? മാ ലന്നുകയ അബൂബക്കർ, അബൂബക്കർ നീ എന്താണ് വിചാരിക്കുന്നത്? ബി ഇസ്നൈൻ, രണ്ട് ആളുകളെ കുറിച്ച്, അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള, അള്ളാഹുവിന്റെ എല്ലാ കഴിവും ശേഷിയും കൊണ്ട് അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഉറച്ച ബോധ്യമുള്ള മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള സംഘത്തെക്കുറിച്ച് അബൂബക്കറെ നീ എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഹിജ്റ എല്ലാ കാലഘട്ടത്തിലെയും പരീക്ഷിതരായ മനുഷ്യരുടെ മുമ്പിൽ, ദുർബലരാക്കപ്പെടുന്ന മനുഷ്യരുടെ മുമ്പിൽ, ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിലുള്ള അടിയുറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടോ? അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഊർജ്ജമാണ് ഹിജ്റ എന്ന ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. ഇനിയും ഒരുപാട് പറയാൻ കഴിയും. സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ പിടികൂടിയാൽ, ജാഹിലിയത്തിന്റെ അങ്ങനെയുള്ളൂ, ജാഹിലിയത്ത് എന്നും ഇനാം പ്രഖ്യാപിക്കലാണ്. ജാഹിലിയത്തിന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്, ഇനാം, സമ്മാനമാണ്. നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇനാം, എപ്പോഴും അങ്ങനെയാണ് ജാഹിലിയത്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടി കൊടുത്താൽ 100 ഒട്ടകമാണ് ഇനാം പ്രഖ്യാപിച്ചത് ജാഹിലിയത്ത്. ആ 100 ഒട്ടകം സ്വപ്നം കണ്ടുകൊണ്ട് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന കാൽപ്പാട് നോക്കിയിട്ടും ദിശ നോക്കിയിട്ടും ആളെ പിടിക്കാൻ മാത്രം കെൽപ്പുള്ള, ഏറ്റവും വേഗതയിൽ കുതിരയെ ഓടിക്കാൻ കഴിയുന്ന അറേബ്യയിലെ മനുഷ്യൻ സുറാഖത്ത് ബിൻ മാലിക് പുറപ്പെട്ടു. അദ്ദേഹം പുറപ്പെടുന്നതോ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു, ഇന്ന ഭാഗത്തു കൂടി 2 ആളുകൾ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ആ ദിശയിലേക്കാണ് യാത്ര. ആ യാത്രയിൽ ഇങ്ങനെ കയ്യെത്താവുന്ന ദൂരത്ത്, 100 ഒട്ടകം കയ്യെത്താവുന്ന ദൂരത്തെത്തിയപ്പോ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിര അങ്ങോട്ട് ആഞ്ഞ് ചാടുകയാണ്. അല്ല, സുറാഖത്ത് ബിൻ മാലിക് ചാടിക്കുകയാണ്. കാരണം ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡെങ്കിലും മൈക്രോ സെക്കൻഡ്, അത്രയും ആദ്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദിനെ പിടികൂടിയാൻ കഴിഞ്ഞാൽ 100 പെണ്ണൊട്ടകമാണ് കൈവെള്ളയിലേക്ക് വരാൻ പോകുന്നത്. ആ തിടുക്കത്തിൽ കുതിരയെ ഇങ്ങനെ ചാടിക്കുമ്പോൾ ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു, ഫർത്തകമത്ത് ഫറസുഹു ഇലാ ബത്നിഹ, ആ കുതിരയുടെ വയറ് മണ്ണിൽ മുട്ടുവോളം കാലുകൾ മണ്ണിലേക്ക് പൂണ്ടുപോയിരിക്കുന്നു. വയറ് മണ്ണിൽ മുട്ടുവോളം കാലുകൾ മണൽത്തരികൾക്കിടയിലേക്ക് പൂണ്ടുപോയിരിക്കുന്നു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖദ് അലിംതു അന്നകുമാ ഖദ് ദഅൗതുമാ അലയ്യ ഫദ്ഉനി, എനിക്കിപ്പോൾ അറിയാം നിങ്ങൾ രണ്ടുപേരും സത്യമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ശരിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫല്ലാഹു ലക്കുമാ, അള്ളാഹു നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്നെനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഫദ്ഉനി, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് തന്നേക്കാം, ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. ആ ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുതിര പുറത്തേക്ക് വന്നു. പക്ഷേ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ മനസ്സെങ്ങനെയാണല്ലോ, കുതിരങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ കയ്യെത്താവുന്ന ദൂരത്തെ 100 പെണ്ണൊട്ടകങ്ങൾ എന്ന് പറയുന്ന ജാഹിലിയത്തിന്റെ ഇനാം പിന്നെയും പ്രലോഭിപ്പിച്ചു. പിന്നെയും ചാടി ഈ മനുഷ്യൻ. അപ്പോൾ വീണ്ടും ആ കുതിര പിന്നെയും അത് കൊണ്ടുപോയി. എന്നല്ല, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കൈകൾ താഴ്ത്താൻ കഴിയാതെ ഉയർത്തിപ്പിടിച്ച കൈകൾ അങ്ങനെ തന്നെ നിലകൊണ്ടു എന്നാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സ്വപ്നത്തിന്റെ ഭാണ്ഡം അങ്ങോട്ട് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ചരിത്രത്തിൽ തുല്യതയില്ലാതിന്
തന്നെ കൊല്ലാൻ വന്ന മനുഷ്യനാണ്, പിടികൂടാൻ വന്ന മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലെ ആയുധം മേടിച്ചു വെച്ചിട്ട് സുറാഖത്ത് ബിൻ മാലിക്കിനോട് ചോദിക്കുന്നു, സുറാഖ, നിന്റെ ഈ കൈകളിൽ ഹെർക്കുലീസിന്റെ വളയണിയുന്ന, ഹിർക്കലിന്റെ വളയണിയുന്ന ഒരു കാലം വരും. എത്ര വലിയ വർത്തമാനമാണ്, രാഷ്ട്രീയമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ റോമും പേർഷ്യയും ഒക്കെ വലിയ സൈന്യങ്ങളുടെ, വലിയ അധികാരത്തിന്റെ പിന്തുണയുള്ള രാഷ്ട്രങ്ങളായി നിലകൊള്ളുമ്പോൾ വൻകിട രാഷ്ട്രങ്ങളാണ്. ആ ഒരു ഘട്ടത്തിലാണ് പറയുന്നത്, നിന്റെ കൈകളിൽ ഹിർക്കലിന്റെ വളയണിയുന്ന ഒരു കാലമുണ്ടാകും സുറാഖ. സുറാഖ മടങ്ങിപ്പോകുമ്പോൾ സുറാഖ പറഞ്ഞു, മുഹമ്മദെ, പോകുന്ന യാത്രയിൽ ആരെങ്കിലും നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞേക്കാം, ഈ വഴി പോകേണ്ടതില്ല, മുഹമ്മദും അബൂബക്കറും ഇല്ല എന്ന് ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു ഗ്യാരണ്ടിയോടുകൂടി അദ്ദേഹം പോയത്. ആ പ്രവചനം പുലരുന്നുണ്ടല്ലോ മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, അല്ലേ? എല്ലാ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് യുദ്ധം ജയിച്ചിങ്ങനെ വരുമ്പോൾ ഹിർക്കലിന്റെ ചെങ്കോലും ഹിർക്കലിന്റെ വളയും ഹിർക്കലിന്റെ വലിയ ഒരു കുപ്പായവും ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എവിടെയാണ് സുറാഖ? എവിടെ? സുറാഖ ഇസ്ലാം സ്വീകരിച്ചിട്ട് സുറാഖ എവിടെ? സുറാഖ മുന്നിലേക്ക് വന്നപ്പോൾ അതിങ്ങനെ എടുത്ത് അണിയിച്ചു കൊടുത്തു. ആ കൈകളിൽ ഹിർക്കലിന്റെ വളയണിയിച്ചു കൊടുത്തു, ആ കയ്യിലേക്ക് ചെങ്കോല് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്തു സുറാഖ, നീ ഒന്ന് കറങ്ങാൻ പറഞ്ഞു, എല്ലാവരും ഒന്ന് കാണട്ടെ. എല്ലാവരും കാണുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹിജ്റയുടെ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രവചനം ഇതാ പുലർന്നിരിക്കുന്നു, എത്ര വാസ്തവമാണ് അള്ളാഹു പറയിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഹിജ്റ എന്ന് പറയുന്നത് വിശ്വാസികളുടെ മുമ്പിലേക്ക് ഒരുപാട് പാഠങ്ങൾ, ഓരോ ചരിത്രവും അങ്ങനെയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്തെടുത്ത് നമുക്ക് പറയാൻ കഴിയും. ആ ചരിത്രം എന്ത് പാഠം നമ്മുടെ മുമ്പിലേക്ക് തരുന്നു എന്നല്ല. വിശുദ്ധ ഖുർആൻ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുമ്പോൾ ആ പ്രവാചകന്മാർ ഈ ഹിജ്റ ചെയ്തവരാണ്. ലോകത്ത് 27 നാഗരികതകൾ സ്ഥാപിക്കപ്പെട്ടു. ലോകത്തെ 27 നാഗരികതകൾ ലോകത്ത് നിലവിലും. ആ 27 നാഗരികതകളും ഹിജ്റകൾക്ക് ശേഷം, പലായനങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഖസസ് നല്ല മനോഹരമായൊരു ആഖ്യാനം നടത്തുന്നുണ്ട്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഅഫൂ ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. ഭൂമിയിൽ ആട്ടിയോടിക്കപ്പെടുന്ന, ദുർബലരാക്കപ്പെടുന്ന ആളുകളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നത്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഅഫൂ ഫിൽ അർദ്, ഭൂമിയിൽ ദുർബലരാക്കപ്പെട്ട ആളുകളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ, അവരെ നാം നേതാക്കളാക്കി മാറ്റും, അവരെ നാം ഭൂമിയുടെ അനന്തരാവകാശികളാക്കി മാറ്റും. അവർക്കാണ് ഈ പ്രകൃതിയിൽ നിലനിൽക്കാനുള്ള യോഗ്യതയുള്ളത്, അവരെ അനന്തരാവകാശികളെ. ഇത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഞാൻ പറയുന്നത്, എല്ലാ പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും ധാരാളം വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹിജ്റ എന്ന് പറയുന്ന അതിമഹത്തായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിധികുംഭങ്ങൾ മറഞ്ഞിരിക്കുന്ന, നിധിശേഖരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന നിലവറകളിലൂടെ നിധി തേടി നടക്കുന്ന ഒരു യാത്ര പോലെ യഥാർത്ഥത്തിൽ ഹിജ്റയെ നമുക്ക് കാണാൻ കഴിയും. പ്രകാശം പരത്തുന്ന ഒരു വലിയ, വിശ്വാസികളുടെ മുമ്പിൽ ദിശാബോധം പകർന്നു തരുന്ന ഒരു വലിയ പ്രകാശ ഗോപുരമായിട്ട് ഈ ഹിജ്റയുടെ ഓരോ ചരിത്രങ്ങളും നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. കൂടുതൽ പഠിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. പടച്ചറബ്ബ് അവന്റെ നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് സർവാധിനാഥനായ റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ കഴിയുന്ന സുഹൃതവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.